ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മനു, കാഞ്ഞങ്ങാട്. നമ്മളിന്ന് ഒരു ക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ലഘു വിവരണമാണ് ഇവിടെ നൽകുന്നത്. ഞാൻ മുമ്പ് പോയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ ഏകദേശം ഞാൻ 1200 പടിയോളം കയറിയാണ് ക്ഷേത്രത്തിൽ എത്തിയത്. ഏകദേശം ചെങ്കുത്തായ കയറ്റമായിരുന്നു. രാവിലെ ഒരു 9:30-10 മണിയോടുകൂടി ഞാൻ കയറി. 1 മണിയോടുകൂടി ഞാൻ ക്ഷേത്രത്തിലെത്തി. ഞാൻ തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇടയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ വെള്ളമെല്ലാം കൊണ്ടുപോകണം. കാരണം എന്ന് വെച്ചാൽ കയറ്റത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് വെള്ളമൊന്നും കുടിക്കാൻ കിട്ടണമെന്നില്ല. അമ്പലത്തിൻ്റെ ശുദ്ധജല പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരുന്ന് കയറാനുള്ള സൗകര്യങ്ങളൊക്കെ തോരണമലയിലുണ്ട്. തോരണമല എന്ന് പറയുന്നത് തെങ്കാശി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെങ്കാശിയിൽ നിന്ന് അംബാസമുദ്രം വഴി തിരുനെല്ലിയിലേക്ക് പോകുന്ന റൂട്ടിൽ, അതായത് മാതാപുരം എന്ന സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. അവിടെ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ മാർഗമോ ബസ് മാർഗമോ നമുക്ക് തോരണമലയിലേക്ക് പോകാം. കാറിനാണെങ്കിൽ തെങ്കാശി വന്നിട്ട് മാതാപുരം വഴി റോഡ് മാർഗം പോവുകയും ചെയ്യാം. പക്ഷേ തോരണമല അടിവാരത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റൂ. അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പുകൾ കയറിയാൽ മാത്രമേ തോരണമലയിലേക്ക് എത്താൻ പറ്റൂ. വളരെ ദൂരത്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു മലയിൽ പാൽ ഒഴിച്ചത് എങ്ങനെയാണോ അതുപോലെ പാൽ ഒഴിച്ച ഒരു രീതിയിലാണ് തോരണമല ദൃശ്യമാകുക. കാരണം എനിക്ക് തോന്നുന്നു വൈറ്റ് വാഷ് പെയിൻ്റ് ഒഴിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തോരണമല എന്ന് പറയുന്നത് വളരെയധികം ഔഷധ സസ്യങ്ങളടങ്ങിയ ഒരു മലയാണ്. അഗസ്ത്യമലയുടെ ഭാഗമാണ്. നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തിയുടെ ഭാഗം തന്നെയാണ്. അതായത് അഗസ്ത്യമലയുണ്ടല്ലോ, തിരുവനന്തപുരത്തിന് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യമല, അത് അങ്ങ് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ട് അങ്ങ് തെങ്കാശി വരെയുണ്ട്. അച്ചൻകോവിൽ മലകൾ എല്ലാം നമ്മുടെ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൻ്റെ ഒരു കിഴക്കേ ഭാഗത്താണ് തോരണമല സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്, മുരുകക്ഷേത്രമാണ്. അവിടെ പോയി കാളി ദേവിയുണ്ട് മലമുകളിൽ. കാളി ദേവിയെ ദർശിച്ചതിന് ശേഷം മകനായ മുരുകനെ കാണാൻ പോകണമെന്നാണ് വിശ്വാസം. ഇത് തോരണമല മുരുകൻ ക്ഷേത്രം. ഞാൻ പിന്നെ ഈ തോരണമലയുടെ വീഡിയോ 3-4 പാർട്ടുകളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും കാണുക. ഇതാണ് തോരണമല മുരുകൻ ക്ഷേത്രം. ഞാൻ ആദ്യത്തെ 4 പടി കയറി മുകളിലോട്ട് കയറണം തുടങ്ങുകയാണ്. ഭഗവാൻ എത്തിക്കുന്നുള്ള പ്രതീക്ഷയാണ്. 1200 പടിയുണ്ടെന്ന് പറഞ്ഞേ. ഫുൾ ഫോറസ്റ്റാണ്. 3 മണി വരെ അമ്പലം തുറന്നിരിക്കുന്നു. അതുകൊണ്ട് പടിയെല്ലാം കയറി എത്താമെന്നുള്ളതാണ് പ്രതീക്ഷ. വെള്ളം മേടിക്കണം എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. വെള്ളം മേടിച്ചിട്ടില്ല. കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. മുപ്പത് മിനിറ്റ് കൊണ്ട് ആൾക്കാർ കയറിയെന്നാണ് പറയുന്നത്. അറിയത്തില്ല. സിംഹവാലൻ കുരങ്ങനുണ്ട്. സിംഹവാലൻ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് പലരും അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്.
ഇതാണ് തോരണമല മുരുകൻ ടെമ്പിളാണ്. തെങ്കാശിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. തെങ്കാശിയിൽ നിന്ന് മാതാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരിക. അവിടെ നിന്ന് 3 കിലോമീറ്ററോളം ഷെയർ ഓട്ടോയിൽ വരാം. ഞാൻ ഒരു ലിഫ്റ്റ് കിട്ടിയിട്ട് അങ്ങനെ വന്നതാണ്. കുറേ നേരം ഓട്ടോ നോക്കി ഒന്നും കിട്ടിയില്ല. ഈ തോരണമല മുരുകൻ ക്ഷേത്രത്തിലേക്ക് ബസ്സിൽ വേണമെങ്കിൽ യാത്ര ചെയ്യാം. പാവൂർ ഛത്രം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഈ തോരണമലയ്ക്ക് ബസ്സുണ്ട്. ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ടിലേക്കാണ് ബസ് ഉണ്ടാകുന്നത്. സിറ്റി ബസ് സർവീസാണ്. സ്ത്രീകൾക്ക് സൗജന്യ സവാരിയാണ്. ബാക്കി സാധാരണക്കാർക്ക് ടിക്കറ്റ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തെങ്കാശിയിൽ നിന്ന് മാതാപുരം വന്നിട്ട് അവിടുന്ന് ഷെയർ ഓട്ടോയിൽ അല്ലെങ്കിൽ ബസ്സിൽ വരിക. ആയിരത്തി 200 പടിയുണ്ടെന്നാണ് പറഞ്ഞത്. 1200 പടിയുണ്ടെന്നാണ് പറയുന്നത്. മുരുകനാണ് പ്രതിഷ്ഠ. തോരണമല എന്നാണ് അമ്പലത്തിൻ്റെ പേര്. രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള അമ്പലം. അത് കഴിഞ്ഞാൽ അടയ്ക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി അമ്പലം അടയ്ക്കും. സ്റ്റെപ്പ് പിള്ളേർപ്പട്ടി ഭഗവാന് തേങ്ങ അടിച്ചിട്ടാണ് കയറാൻ തുടങ്ങിയത്. താഴെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. ഗണപതി ഭഗവാന് തേങ്ങയും കറുകപ്പുല്ലും കൊടുത്തിട്ട്, അർഗംപുല്ല് എന്നാണ് ഇവിടെ തമിഴിൽ പറയുക, അത് കൊടുത്തിട്ടാണ് ഞാൻ കയറാൻ തുടങ്ങിയത്. പെട്ടെന്നുള്ള കയറ്റായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഒരു ധൈര്യത്തോടു കൂടി അങ്ങ് കയറുകയാണ്. നല്ല കയറ്റമാണ്. ഒരേ സ്റ്റെപ്പായതുകൊണ്ട് പെട്ടെന്ന് കയറി അങ്ങ് പോകും. നല്ല സീനറിയാണ് ഇവിടെ നിന്നെല്ലാം കാണുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആണിത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല കയറ്റമാണ്. പെട്ടെന്ന് കയറുമ്പോൾ ഒരു ചെറിയ ക്ഷീണം ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ കയറിയാലേ വലിയ കുഴപ്പമില്ല. ഗണപതി ഭഗവാനുണ്ട്, പിന്നെ ഒരു സ്വാമിയുടെ പടം കാണുന്നുണ്ട്, പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, പിന്നെ സിംഹവാലൻ കുരങ്ങുകൾ കൂട്ടിലുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നല്ല കയറ്റമായതുകൊണ്ട് വളരെ സാവധാനത്തിൽ കയറാൻ പറ്റും. അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ് ഇതെല്ലാം. പിന്നെ നമ്മുടെ അഗസ്ത്യപർവ്വതത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണെന്നാണ് ഉള്ളത്. ഇവിടുന്ന് സൂര്യമുത്തയ്യനാർ കോവിൽ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം, ശബരിമലയുടെ അതേപോലത്തെ ഒരു അമ്പലമുണ്ട് ഈ തമിഴ്നാട്ടിൽ. മാസത്തിലൊരിക്കൽ തുറക്കുന്നതാണ്. ഈ മലയുടെ ഏതോ ഒരു ഭാഗത്താണ്, പാപനാശം എന്ന് പറഞ്ഞ സൈഡിലാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നല്ല വെയിലുണ്ട്. ചില സ്ഥലത്ത് നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ പിന്നെ ഇതിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഇവിടുത്തെ ഹിസ്റ്ററിയാണ്.
ഈ അടുത്ത സ്റ്റെപ്പാണ് കാണുന്നത്. കുത്തനെയുള്ള കയറ്റായതുകൊണ്ട് പെട്ടെന്ന് കയറണം. വളരെ സാവധാനം കയറുന്നതുകൊണ്ട് അത്ര ക്ഷീണം അനുഭവപ്പെടുന്നില്ല. ഈ കാണുന്ന ഈ വരകളിലൂടെയാണ് സ്റ്റെപ്പ് പണിത് വെച്ചിരിക്കുന്നത്. കാണാൻ ഒരുപാടുണ്ട്. ആ കാണുന്ന മുകളിൽ കാണുന്ന വെള്ള വൈറ്റ് വാഷ് അടിച്ച സ്ഥലത്താണ് അമ്പലമുള്ളത്. നല്ല അടിപൊളി അമ്പലമാണ് തോരണമല. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ദർശനം നടത്തി ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം എല്ലാവർക്കും പ്രാപ്തമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാനും പല വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ അമ്പലത്തെക്കുറിച്ച് അറിഞ്ഞത്. 1200 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചുകുട്ടികൾ പെട്ടെന്ന് കയറി വരുന്നുണ്ട്. വളരെ മനോഹരമായൊരു സീനറിയാണ് അമ്പലത്തിൻ്റെ. ആദ്യം വെള്ളം കുടിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. മിനറൽ വാട്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടിക്കാനുള്ള വെള്ളം ഗ്ലാസ്സുകളിൽ നിറച്ച് വെച്ചിട്ട് പൈപ്പിലെടുത്തിട്ട് ഗ്ലാസ്സിൽ കുടിക്കാം. ഏകദേശം 600 സ്റ്റെപ്പ് കഴിഞ്ഞു എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തോരണമല എന്ന് പറഞ്ഞിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനാണ്. മുരുകക്ഷേത്രം തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് 17 കിലോമീറ്റർ ദൂരത്തുള്ള അമ്പലമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. അടുത്ത സ്റ്റെപ്പ് കയറണം. ഈ തോരണമല അമ്പലം എന്ന് പറയുന്നത് ഒരാളുടെ ആണ് മുഴുവൻ ഈ 1200 സ്റ്റെപ്പ് കെട്ടിയതെന്നാണ് പറയുന്നത്. ഏകദേശം 7 കോടി രൂപ ചെലവിട്ടിട്ട് ഒരു സദ്വ്യക്തി ആണ് ഇത് മുഴുവൻ ഈ നിലയിലേക്ക് ആളുകൾക്ക് ഇപ്പോൾ കയറി വരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉണ്ടാക്കി വെച്ചു. അതുകൊണ്ട് ഒരുപാട് ആളുകൾ, ഇപ്പം ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ദിവസത്തിൽ ഒരുപാട് ആളുകൾ, മലയാളികളടക്കം ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് കയറാൻ പോവാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കയറുന്നതുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ കയറാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ വളരെ സാവധാനത്തിൽ കയറാൻ പറ്റുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതാ ഗണപതി ഭഗവാനും മുരുകനും പിന്നെ സ്വാമിജി ഇരിക്കുന്നുണ്ട്. അഗസ്ത്യമുനിയാണോ എന്നറിയില്ല. ആരായാലും വളരെ ഐശ്വര്യം തോന്നുന്നൊരു മുഖമാണ് കാണുമ്പോൾ. ഇവിടെ ഒരു കുറച്ച് എന്താ പറയണ്ടേ, സമനില പ്രദേശമാക്കി വെച്ചിട്ടുണ്ട്. വളരെ സാവധാനത്തിൽ കയറിയാൽ മതി. അതിലൂടെ ഒരു വഴിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അന്തരീക്ഷം. ഈ അടുത്ത സ്റ്റെപ്പ് കയറുവാണ്. എൻ്റെ കൂടെ വന്നവരെല്ലാം മുകളിൽ കയറി താഴെത്തി. ഞാനിങ്ങനെ പതുക്കെ കയറുന്നുണ്ട്. षण्मुख मण्डिचर नन्मय कोण्डुवा सिंगारवे
പുറ്റെല്ലാം കാണുന്നുണ്ടോ? ഇനി ഇവിടുന്നും കുറച്ചധികം സ്റ്റെപ്പുണ്ട്, ഒരു 10-100 സ്റ്റെപ്പുണ്ട്. ഇനി അടുത്തൊരു 100 സ്റ്റെപ്പ് കയറാൻ പോവാ. ഒരേ കയറ്റം. ഇത്രയും നേരം കുറച്ച് സ്ലോ ആയിരുന്നു, ഇപ്പോൾ ഒരേ കയറ്റമാണ്. ഇവിടെ എന്തോ ഒരു ചെറിയ കോവിലുണ്ട്. കുളമാണോ എന്നൊരു സംശയം. ഇനിയൊരു 100 സ്റ്റെപ്പും കൂടിയുണ്ട്. അടുത്ത ദൗത്യത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 50-100 സ്റ്റെപ്പുകൾ കയറുമ്പോൾ കുറച്ച് നേരം ഒരു സ്പേസ് അവിടെ വെക്കും വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തായാലും 7.5 കോടിക്ക് ഉണ്ടാക്കിയത് ഭയങ്കര വർത്താണെന്ന് പറയാം. ഒരാളുടെ ശ്രമത്തിൻ്റെ ഫലമാണെന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തോരണമലയുടെ ഏറ്റവും മുകളിലത്തെ ഭാഗമായ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ പൂർണ്ണമായും നമുക്ക് കാണാൻ പറ്റുന്ന അഗസ്ത്യമലകളുടെ പലതരം മലകളും കേരള ബോർഡറൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണുന്നത് കാളി അമ്മയുടെ അമ്പലമാണ്. ചെറിയൊരു കോവിലായിട്ട് കാണുന്നത്. ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ല നല്ല സീനറികളൊക്കെ ഉണ്ടാവുമായിരിക്കും. നല്ല അന്നദാന ഓഡിറ്റോറിയമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരുപാട് വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. കല്ലുകളെല്ലാം താഴെ നിന്ന് കയറ്റിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇവിടെ തോരണമല ഒന്ന് മുരുക ഭഗവാന്റെയും കാളിയമ്മയുടെയും ദർശനം സിദ്ധിക്കുമാറാവട്ടെ. എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാം പീക്കാണ്. വളരെ വളരെ ഉയർന്ന മലനിരകളാണ് കാണുന്നത് മുഴുവൻ. ഈ നിരകൾക്കപ്പുറം കേരളമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ വിശാലമായ താഴ്വാരം.